വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഒന്ന്, ഇന്നെൻ്റെ ഫസ്റ്റ് വർക്ക് ആനിവേഴ്സറി ആണ്. സെക്കൻഡ്, ഈ ബാഗൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടാൽ എങ്ങോട്ടാണ് നിങ്ങൾ വിചാരിക്കണ്ടാവും. അതെങ്ങോട്ടാണ് ഞാൻ കാണിച്ചു തരാം കുറച്ച് നേരമൊക്കെ ആയിട്ട്. ഞാൻ വർക്കിന് പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പെട്ടിയും കിടക്കൊക്കെ എടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പോകുന്നത്. സോ പോകാൻ നേരത്ത് കാണിച്ചു തരാം കേട്ടോ. ബൈ. വർക്ക് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ട്രെയിൻ ഓൾമോസ്റ്റ് വരാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അറ്റ് ലാസ്റ്റ് ഡേ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതിൻ്റെ ഫേവറേറ്റ് ട്രെയിനാണ്, കാരണം പെട്ടെന്ന് എത്തുമല്ലോ. എൻ്റെ ഫ്രണ്ട് KP വേറെ ബോഗിയിലുണ്ട്. സോ അവളെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ എപ്പോൾ എത്തും ചിന്തിച്ച അവസാനതാ എൻ്റെ KPനെ ഞാൻ കണ്ടു. ഗൈസ്, അപ്പം നമുക്ക് നമ്മളെ KPനെ കിട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ജനശതാബ്ദിയിൽ അങ്ങേയറ്റും ഇങ്ങേയറ്റുമായിരുന്നു. അവസാനം ഞങ്ങൾ കണ്ടുമുട്ടി. നമ്മൾക്ക് വിശക്കുന്നില്ലേ? സോ ഞങ്ങൾ എന്തെങ്കിലും ചായയും കുടിച്ചിട്ട് കാണാം. ഗൈസ്, അപ്പം ഞങ്ങൾ ഫ്ലൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പുറത്തോട്ട് അങ്ങനെ ഞങ്ങൾ എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിൽ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ വേറെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മെട്രോ കയറി. പിന്നെ ഈ കുട്ടിയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. ഞങ്ങൾ രണ്ടുപേരും ബാക്കി എല്ലാവരും കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളെ കുറച്ച് നാളെ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ അഭിനയം മാത്രം. നമ്മളെ തൃപ്പൂണിത്തുറയിലേക്ക് പിക്ക് ചെയ്യാൻ മറ്റാരുമല്ല, കിളി ജൂബിയുടെ ബ്രദറും ആയിരുന്നു വന്നത്. അപ്പൊ നമ്മള് എവിടേക്ക് പോവാ? ചെറായിക്കാണ് പോകുന്നത്. സോ നമ്മൾ ഒരാളെയും കൂടെ വെയിറ്റ് ചെയ്യാണ്. ആരാണ് ആൾ? വെയിറ്റ് ചെയ്യണത്. അങ്ങോട്ട് വാ. സോ ഗൈസ്, അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പിക്ക് ചെയ്യാൻ പോയത് സോണിനെയാണ്. സോണിയുടെ പപ്പതേ നമ്മുടെ അടുത്തേക്ക് ആക്കി തന്നിരുന്നു. ഓരോരുത്തരെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് കൂടി വരികയാണ്. ഇനി ഒരു 3 മെമ്പേഴ്സ് കൂടെ ഹാജരാവാനുണ്ട്. പൂജ, ഐഷു, ലച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? ചെറായിലോട്ട്. അങ്ങനെ മാച്ചിങ് ബാഗുമായി ഞങ്ങളുടെ യാത്രകൾ തുടങ്ങി. At last we reached our അധോലോകം. It's a really beautiful place. ചെറായി ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ സ്റ്റേ വരുന്നത്. ഭയങ്കര അഫോർഡബിൾ ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ. സോ അറ്റ് ലാസ്റ്റ് ഞങ്ങള് ചെറായിൽ എത്തിയിരിക്കുകയാണ്. സോ നമ്മൾ പൊളിക്കാൻ പോവല്ലേ? ഇതാണ് വീടിൻ്റെ അപ്സ്റ്റെയർ ഭാഗം വരുന്നത്. താഴെ 2 റൂമും മേലെ 1 റൂമും ആണ്. ഭയങ്കര സ്പേഷ്യസ് ആണ്. ഒരാനിന് തിന്നാളെ വിശപ്പ്, അതുപോലെ തന്നെ വിശന്ന് കണ്ണ് കാണില്ല എന്നൊക്കെ പറയില്ല, അതായിരുന്നു ആ സമയം. ഹോസ്റ്റൽ ടൈമിലൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. അതൊരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സും വയറും നിറഞ്ഞു. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ജൂബി ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട് ഇവിടെ. സോ ഞങ്ങൾ ഇനി റീൽസ് എടുക്കാൻ വേണ്ടി ഇതാക്കാൻ പോവാണ്. പിന്നെ നമ്മളൊരാളെ കാണിച്ചു തരാം. എനിക്ക് വെള്ളം കൊണ്ടുതരുന്ന ഒരാളെ കാണിച്ചു തരാം. കാറ്റിൽ വരുന്നത് കാണുന്നതാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നത്. ഗൈസ്, അങ്ങനെ ഞങ്ങള് നൈറ്റ് ഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ പാക്കപ്പ് ആണ്. ഇനി രാവിലെ 6 മണിക്ക് കാണാം. ഗൈസ്, അപ്പൊ ഞങ്ങള് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു. കുറച്ച് റീൽസ് ഒക്കെ എടുത്തു ഈ ഡ്രസ്സില്. പിന്നെ ഇനി ബലൂൺസും കാര്യങ്ങളൊക്കെ മേടിപ്പിക്കാൻ പോവാണ്. ബ്രൈറ്റിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആവണ്ടേ. സോ നമുക്ക് എല്ലാം സെറ്റ് ആക്കിയിട്ട് നാളെ ഫ്രഷപ്പ് ആയിട്ട് എല്ലാം കാണിച്ചു. ഞങ്ങള് ഫുൾ സെറ്റിങ്സ് പരിപാടിയിലാണ്. നാളെ നമ്മളിത് മൊത്തം സെറ്റ് ആക്കിയിട്ട് കാണിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മളെ ബ്രൈഡ് ഒന്ന് ബാക്കി പോയിരിക്കുന്നത്. അവളെ ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ചാണ്. അങ്ങനെ സുഖത്തിൽ കിടന്നുറങ്ങണ്ട. വെറുപ്പിക്കാനറിയാം.
പല്ലേക്കാൻ പോവാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ഹർ ആൻഡ് ജൂബീസ് സോ ടയർഡ്. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, സോണി ഉറങ്ങിയിട്ടില്ല, ഐഷ ഉറങ്ങിയിട്ടില്ല, പിന്നെ കേപ്പി ഉറങ്ങിയിട്ടില്ല. ജൂബി കുറച്ചു നേരം ഉറങ്ങി, ബട്ട് സ്റ്റിൽ ഷീ ഫീൽ ടയർഡ് റൈറ്റ്? യെസ്, ബട്ട് ജൂബി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഐഷ ഒഴികെ നമ്മുടെ എല്ലാവരുടെയും ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരുന്നു. ഈ ഔട്ട്ഫിറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൊച്ചിയിലോട്ട് വരുന്ന അന്ന് ഉച്ചയ്ക്കായിരുന്നു എനിക്ക് ഈ പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയത്. ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ. വീടിൻ്റെ മുറ്റത്ത് തന്നെ കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടന്നു. ഐഷുവിൻ്റെ സിംഗിൾ പിക്സ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു തൊട്ടടുത്തൊരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾക്കൊരു വീഡിയോ എടുത്തരാനും പാവം വന്നപ്പോ പൊട്ടി, ചേട്ടന്റെ കൈയൊക്കെ പൊട്ടി. അങ്ങനെ ഞങ്ങൾ ആ ബാൻഡേജ് വാങ്ങാൻ വന്നതാണ്. വീട്ടിലെയും ചെറിയ ബീച്ചിലേക്ക് ഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുഴുപ്പള്ളി ബീച്ചിലേക്ക് പോവാണ്. ഇതാണ് കുഴുപ്പള്ളി ബീച്ച്. ടീം മൊത്തം സെറ്റായിരുന്നു. എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ചാടിത്തുള്ളി വരും, ഇവൻ ഞാനടക്കം. അങ്ങനെ അവിടെ നടന്ന ഒരുപാട് വീഡിയോസ് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. എല്ലാം കഴിഞ്ഞ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാൻ തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.